ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ പുതിയൊരു സെഷൻ. ഈ മാസം മുഴുവൻ ഈ വർഷം മുഴുവൻ സാറ് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ദിനചര്യയിലും അതുപോലെ പ്രായോഗിക ജീവിതത്തിലും എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് കൃത്യമായിട്ട് പരിശീലിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാർ. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. കഴിഞ്ഞ മാസം ഇപ്പോൾ ഏകദേശം ഒരു മാസമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ നമ്മുടെ ദിനചര്യകളിൽ എങ്ങനെ നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം എന്നുള്ളതാണ്. മനുഷ്യന്റെ അന്വേഷണം വിവിധ തലത്തിലാണ്. എന്നാൽ എല്ലാവരും തന്നെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, സുഖം വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലാണ് നമ്മളുടെ സന്തോഷവും സമാധാനവും ശാന്തിയും എല്ലാം എന്നുള്ള ആ ഒരു കാര്യം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയുന്നത്, ഇതെല്ലാം നമ്മൾക്ക് അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ നമുക്കത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും അതിനു വേണ്ടി നീക്കി വയ്ക്കുവാനാണ് പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നതും നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നതും നിമിഷാനുനിമിഷം ഉള്ളതാണ്. അതുപോലെ തന്നെ അത് ഓർഡിനറി ലൈഫിൽ, സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ ജോയ് എന്നൊക്കെ പറയുന്നത് അസാധാരണമായ സന്ദർഭങ്ങളിലേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ നമുക്ക് നന്ദിയില്ലാത്തവരായിത്തീരും. നമ്മൾ പ്രത്യേകിച്ച് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അനുദിന ജീവിതത്തിലെ നമ്മളുടെ ആശങ്കകൾ, അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഓരോ ദിവസം കടന്നു പോകുന്നതിനനുസരിച്ചുള്ള ആ വേദനകൾ, വേവലാതികളെല്ലാം കൊണ്ട് അതിലെല്ലാം മുഴുകിപ്പോകുന്നതുകൊണ്ട് കൃതജ്ഞതയുടേതായിട്ടുള്ള ഒരു തലം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് സാധാരണമായ ഒരു ജീവിതത്തിൽ നമ്മുടെ ദിനചര്യകളിലൂടെ നമുക്ക് എങ്ങനെ കൃതജ്ഞത ഉള്ളവരാകാം, അങ്ങനെ കൃതജ്ഞതയുള്ളവരാകുന്നത് വഴി നമുക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. നമ്മൾ ഒരു ചോദ്യം, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നാണ് നമുക്ക് ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളുടെ സാന്നിധ്യത്തോടു കൂടി നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളുടെ പല്ലൊക്കെ തേക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, നമ്മളുടെ ഓഫീസിലേക്കൊക്കെ പോകുന്നെങ്കിൽ കാറിലേക്ക് നടന്നു പോകുന്നത്, ഇങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ എത്ര ബോധപൂർവം എന്തുമാത്രം നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകാൻ, അതേക്കുറിച്ചുള്ള ആ സാന്നിധ്യം, ആ അവയർനെസ്സോടുകൂടി നമ്മൾ ചെയ്തിട്ട് എന്നാണ് നമ്മൾ ചെയ്തതെന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുള്ളത്. അല്ലാതെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങിക്കുന്നതോ, വീട് പുതുതായിട്ട് കയറി താമസിക്കുന്ന, അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതോ, അല്ലെങ്കിൽ ജോലി, പല ആളുകളും റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇനി ജോലി സാധ്യതയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ അങ്ങ് ഒട്ടനവധി സന്തോഷത്തിന്റെ അല്ലെങ്കിൽ വലിയ വലിയ സർപ്രൈസിൻ്റെതായിട്ടുള്ള ആ കാലഘട്ടം നമ്മളെ സംബന്ധിച്ച് അത് കഴിഞ്ഞുപോയി. പിന്നെ അതേസമയം നമ്മൾ വിചാരിക്കേണ്ടത്, ജീവിതം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയല്ല, നേരെ മറിച്ച് സാധാരണ സംഭവങ്ങളുടേതാണ്. എല്ലാവരെ സംബന്ധിച്ചും ഒരു 99% ആളുകളെ സംബന്ധിച്ചും, അല്ലെങ്കിൽ അവരുടെ ജീവിത വൃത്തി അല്ലെങ്കിൽ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ
നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ കൂടുതൽ കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ളവരാകണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആകണം. ഉദാഹരണമായിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ എഴുന്നേൽക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിലൂടെ, നടപ്പ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, അല്ലെങ്കിൽ സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതെല്ലാം സാധാരണ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനെ നമുക്ക് അസാധാരണമാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? കൃതജ്ഞതയോടുകൂടി ഓരോ കാര്യം ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് റിയലി? ഞാൻ എല്ലാ പ്രാവശ്യവും ഇതേക്കുറിച്ച് നിർവചനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. എന്നാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പറയുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ താങ്ക് യു എന്ന് നമ്മൾ പറയുന്നതല്ല. ഈ കൃതജ്ഞതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ 2 വാക്കുകൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് താങ്ക്ഫുൾനെസ് ആൻഡ് ദെൻ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. താങ്ക്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫോർമൽ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾക്ക് തോന്നുന്ന സമയത്ത് ഒരു ഫോർമാലിറ്റി എന്ന നിലയിൽ താങ്ക് യു എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ പലപ്പോഴും താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുപോലും പറയാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കാതെ പോകുന്നുണ്ട്. കാരണം അത് അവന്റെ കടമയാണ്, അല്ലെങ്കിൽ അവളുടെ കടമയാണ് അത് ചെയ്തത് എന്നുള്ളതിനെ അപ്പുറത്തേക്ക് ഒരു താങ്ക്ഫുൾനെസ്സിൻ്റെതായിട്ടുള്ള ഒരു മനോഭാവം അല്ല നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ എന്താണ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ, എല്ലാ കാര്യങ്ങളെയും വേ ഓഫ് സീയിങ് എന്ന് വേണേൽ പറയാം. നമ്മൾ അതിനെ കണ്ട് ഏത് തരത്തിലാണ്, ഏത് ആംഗിളിൽ നിന്നാണ് നമ്മൾ കാണുന്നത്, അതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ശ്രദ്ധ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് അറ്റൻഷൻ ആണിത്. അതാണ് യഥാർത്ഥത്തില് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതൊരു മനോഭാവമാണ്. അത് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. എല്ലാറ്റിനെ കുറിച്ചും നമുക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവമായിട്ട് വേണം നമ്മൾ കരുതാൻ. അല്ലാതെ താങ്ക്ഫുൾനെസ് അല്ല, നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് ആണ് ആവശ്യമായിട്ടുള്ളത്. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കൃതജ്ഞത അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു റെക്കഗ്നീഷനാണ്. എപ്പോഴും അതിന് മറ്റൊരാളിൽ നിന്ന് ആകണമെന്നില്ല. പക്ഷെ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ചിന്ത വരുന്നു, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നു. അതിനെയെല്ലാം നമുക്ക് അംഗീകരിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ റീഓറിയന്റേഷൻ കൂടിയാണ് അത് സംഭവിക്കുന്നത്. അതായത് നമുക്കൊരു ആ മനോഭാവമുണ്ട്, നമ്മൾ അതിനെ വൈകാരികമായിട്ടുള്ള ഒരു ആഭിമുഖ്യത്തോടു കൂടി കാണുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് വാട്ട് ഈസ് മിസ്സിങ് എന്നുള്ള ആ ഒരു ചിന്തയേക്കാൾ വാട്ട് ഈസ് ഓൾറെഡി പ്രസന്റ് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്താണ് നമുക്ക് ദുഃഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുക. ആ സമയത്ത് എപ്പോഴും നമ്മളുടെ ചിന്തകള്, നമ്മുടെ ആകുലതകള് എല്ലാം തന്നെ എന്തായിരിക്കും? നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചായിരിക്കും. അതായത് ഗ്രീഫ് എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ അതേസമയം നമുക്ക് മിസ്സിങ് അല്ല. ആ സമയത്തും എന്തെങ്കിലുമൊക്കെ നമുക്ക് മിച്ചമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിച്ചമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു മരണമാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട, നമുക്ക് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴും അതിനുശേഷം എന്തുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത് അത് വളരെ അത്യാവശ്യമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മളുടെ കൃതജ്ഞത എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മൈൻഡ്ഫുൾനെസ്സും അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡും കൂടി നമുക്ക് ഒരുമിപ്പിച്ചാൽ, കൈകോർത്ത് കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ പാർട്ട്നേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെക്കാൾ കൂടുതൽ നിമിഷം ഉണ്ടാകുന്ന ആ നന്മ, അനുഗ്രഹങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു, നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ അതേക്കുറിച്ച് അറിയാതെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴേക്കും, അശ്രദ്ധമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കേണ്ട. എന്നാൽ നമ്മൾ നന്ദിയോടുകൂടിയാണ് വരുന്നതെങ്കിൽ ഓരോ നിമിഷത്തിലും, അത് ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ എന്തെങ്കിലും ആകട്ടെ, അതിൽ ഒരു വാല്യൂ കാണാനും അതുപോലെ തന്നെ നമ്മൾക്ക് അതിനെ
നമ്മളുടെ ജീവിതത്തിൽ ഒരു നറീഷ് ചെയ്യാൻ, കൂടുതൽ സന്തോഷം, അതുപോലെ തന്നെ ശാന്തി, സമാധാനം ഇതൊക്കെ നേടുന്നതിന് ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും സന്തോഷത്തിന്റെയും മാത്രമല്ല അസന്തുഷ്ടിയുടെ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരാത്ത കാര്യങ്ങളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നമുക്ക് കാണാനും അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുമായിട്ടുള്ള നമ്മളുടെ ആ നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നിന്ന് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം വരുന്നില്ല. നേരെ മറിച്ച് അതിലൊരു പാഠമുണ്ട് അല്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്നുള്ളതും അതിലൊരർത്ഥം കണ്ടെത്താനും നമുക്ക് കൂടുതൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. ഇനി നമ്മൾ സാധാരണഗതിയിൽ അസാധാരണമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഓർഡിനറി ലൈഫിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ജീവിതത്തിലെ ദിനചര്യയിൽ നമുക്കുണ്ടാകുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡിനെ നമുക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാരണം, നമുക്ക് അസാധാരണമായിട്ടുള്ളതൊന്നും തന്നെ അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള ബയസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നെഗറ്റീവായിട്ടാണ്. കാരണം എല്ലാത്തിനെയും കുറിച്ച് സസ്പീഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ അടുത്തേക്ക് മറ്റൊരു ജീവി കടന്നു വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് എന്താണ്, അപകടമാണോ എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു നെഗറ്റീവ് ബയസോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ കാണുന്നത്. അപ്പൊ ആ ബ്രെയിനിന്റെ ആ നെഗറ്റീവായിട്ടുള്ള ബയസിനെ നമുക്ക് മറികടക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ മറ്റുള്ളവരിൽ വിശ്വസിക്കാന്, അതുപോലെ തന്നെ ജീവിതത്തിൽ വിശ്വസിക്കാന്, കൂടുതൽ ജീവിതത്തിൽ അർത്ഥം കാണാനൊക്കെ ഈ സാധാരണ ജീവിതത്തിലെ നമ്മളുടെ ആ കൃതജ്ഞതയുടെ മനോഭാവം നമ്മളെ സഹായിക്കും. മറ്റൊന്ന് ഉള്ളത് ഹെഡോണിക് ട്രെഡ്മിൽ അല്ലെങ്കിൽ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമായിരിക്കുമെങ്കിലും ഞാൻ പറയാം. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷമോ അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തൊക്കെയാണെങ്കിലും, ഉദാഹരണമായിട്ട് ഒരു പുതിയ കാറ് വാങ്ങി, നല്ല വിലപിടിപ്പുള്ള ഒരു കാറാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ച് നമ്മൾ താമസിച്ചു, അതൊക്കെ കഴിയുമ്പോൾ ആ പുതിയ കാറ് വാങ്ങിച്ച് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏതാണ്ടൊക്കെ ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നും, സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ ഒക്കെ ആയിട്ട്. പക്ഷെ 1-2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ 3 മാസം കഴിയുമ്പോഴേക്കും അതിന്റെ ആ കൗതുകം നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് എന്താണ് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ലൈനിലേക്ക് ഒരു ഉയർച്ച ഉണ്ടായാലും നമ്മൾ അതിൽ നിന്ന് വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അത് യൂസ്ഡ് ആയിട്ട് നമുക്ക് അതിൽ കൗതുകമില്ലാതെ അല്ലെങ്കിൽ കൗതുകം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഹെഡോണിക് എന്ന് പറയുന്നത്. ഇത് ആ ഒരു അഡാപ്റ്റേഷൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ, സാധാരണ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, ഓരോ നിമിഷവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസം. അടുത്ത് വരുന്ന ശ്വാസം അത് യുണീക്കാണ്. അപ്പൊ അതിൽ കൗതുകം കണ്ടെത്താൻ സാധിക്കുന്നത് അതൊരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, അസാധാരണമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവിടെയാണ് നമ്മളുടെ കൂടുതൽ കൗതുകം, വിസ്മയം നമുക്കുണ്ടാകുകയും നമുക്ക് കൂടുതൽ നമ്മളുടെ തലച്ചോറിനും മറ്റതുപോലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടുതൽ ഊർജം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് മറ്റൊന്നുള്ളത്, നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് സാധാരണ നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ സന്തോഷം നമുക്ക് കണ്ടെത്താൻ, അല്ലെങ്കിൽ നമുക്ക് ജോയ് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സഹായിക്കും. മറ്റൊന്ന്, നമ്മളുടെ ആ കോൺസ്റ്റന്റ് വാണ്ടിങ്, അതായത് പുതുമ തേടുന്നതിനകത്ത് അല്ലെങ്കിൽ സർപ്രൈസ് കാണുന്നതിന് വേണ്ടിയിട്ട്, വിസ്മയം കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആ ഒരു നോട്ടം, എന്താണ് നമ്മുടെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനോഭാവം എന്ന് പറയുന്നതിനെ അതൊരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ഹാബിറ്റിന്റെ ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഇക്കാലത്ത് നമ്മളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പരതുന്നത്. എന്താണ്, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം,
അറിയാൻ വേണ്ടിയിട്ടുള്ളതിനെ കുറിച്ച് മാത്രമല്ല, എന്ത് സംഭവിച്ചു എന്നുള്ളത്. നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നതാണ്, കോൺസ്റ്റന്റ് ഹാബിറ്റ് ഓഫ് വാണ്ടിങ്ങിന് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എവിടെ എന്ത് സംഭവിച്ചു, രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റതുപോലുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനുള്ള, അത് ഒരു അറിയുവാനുള്ളതിനേക്കാൾ കൂടുതൽ അതൊരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ടാണ്, ഒരു അഡിക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടാണ്. മറ്റൊന്ന്, ഇറ്റ് ബിൽസ് ഇമോഷണൽ റെസീലിയൻസ്. കൂടുതലായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അനുനിമിഷം എന്നതുപോലെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, കൃതജ്ഞതയുള്ളവരായി തീരുന്ന സമയത്ത് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെസീലിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളിപ്പോഴും ആ ബന്ധങ്ങളിൽ പോലും ആ റിലേഷൻഷിപ്പിന് വലിയ കാര്യമുണ്ട്. പലപ്പോഴും ഞാൻ വെറുതെ ഒരു ഉദാഹരണമായിട്ട് ചോദിക്കാം, നമ്മളിൽ എത്ര പേർ നമ്മളുടെ മക്കൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃതജ്ഞത നന്ദി പറയുന്നുണ്ട്? ഇപ്പോൾ ഒരു ഗ്ലാസ് നിങ്ങളുടെ വീട്ടിൽ ഒരു മോനോ മോളോ നിങ്ങൾക്ക് പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരുന്നു, നിങ്ങൾ ഇരിക്കുകയാണ്, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇഞ്ഞെടുത്തേ എന്ന് പറയുന്ന ആ സമയത്തൊക്കെ തരുമ്പോൾ നിങ്ങൾ നന്ദി പറയാറുണ്ടോ, താങ്ക് യു എന്ന് പറയാറുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ആ ഒരു മനോഭാവം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് നിങ്ങളെ ആ സ്ഥാനത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ താങ്ക് യു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുകയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എത്ര പേർക്ക് സാധിക്കും? അങ്ങനെയുള്ളൊരു ഹാബിറ്റ് നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവറോട് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ബസ് ഡ്രൈവറുടെ അടുത്ത് നിന്ന് താങ്ക്സ് പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നടന്നു പോകുന്ന സമയത്തും അയാളോട് നമ്മളുടെ ഉള്ളിൽ നമുക്ക് നന്ദി പറയാൻ തോന്നുമോ? അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ? അതോ അയാളുടെ ഒരു കടമയാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മളുടെ ആ ബന്ധങ്ങളെ നമുക്ക് ഓക്കെ താങ്ക് യു നിങ്ങൾ പറയുന്നതെങ്കിൽ സന്തോഷം, എല്ലാവരും ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് ഇതുണ്ടാകും. നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ സമൂഹത്തിലെല്ലാം പലപ്പോഴും മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പങ്കുവെക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ സഹായിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു നന്ദി പറയാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അത് സാധാരണ വിദേശ മലയാളികളുടെ ഒരു സംസാരത്തിന്റെ ഒരു ഭാഗമാണത്. ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് വീട്ടുകാർക്ക് സ്വന്തക്കാർക്കൊക്കെ കൊടുക്കും. ഞാനതൊരു പരാതിയായിട്ടല്ല പറയുന്നത്, പക്ഷെ പലപ്പോഴും സഹായിക്കുമ്പോൾ പോലും അത് തിരിച്ചു പറയാൻ താങ്ക് യു എന്ന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും ഓക്കെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ തൽഫലമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് കൂടുതൽ നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ സുഖം, അല്ലെങ്കിൽ വെൽ ബീയിങ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ ഇറ്റ് കൾട്ടിവേറ്റ്സ് ഹ്യൂമിലിറ്റി. നമ്മൾ ഒരാളോട് പറയുമ്പോൾ, നമ്മളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ അത് ആ കാറൊക്കെ ഒന്ന് തുടച്ചു തരുന്നയാള്, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ആളുകളോട് നമ്മൾ നന്ദി പറയുമ്പോഴേക്കും നമ്മൾ കുറെ കൂടി നമ്മൾ വിനയാന്വിതരായി തീരുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത്, ഇറ്റ് മേക്സ് എ ഫീൽ റിച്ച് റാദർ ദാൻ എംപ്റ്റി. നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്നതുകൊണ്ട് നമ്മളാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപഭോക്താവായി തീരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത്. അപ്പം നമ്മൾ കുറെ കൂടി മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ നമ്മളുടെ വെൽ ബീയിങ് വർദ്ധിക്കുകയും നമ്മൾ കുറെ കൂടി സമ്പന്നരാകുകയുമാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മളുടെ ട്രാൻസ്ഫോംസ് റൊട്ടീൻ ഇൻടു എ മീനിങ്. എല്ലാത്തിനും ആ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് കുറെ കൂടി അർത്ഥം നമുക്ക് വരികയും അത് നമുക്ക് അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ പലപ്പോഴും നമ്മളുടെ വിസ്മയം നോക്കി നടക്കുന്നവരാണെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അതുപോലെ തന്നെ അത് നമ്മളുടെ ഉള്ളിൽ വിസ്മയം കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് ഓരോ സമയത്തും കൂടുതൽ വിസ്മയമുള്ളവരാകാൻ നമുക്ക് സാധിക്കും. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉദയത്തെക്കുറിച്ച്, സൂര്യന്റെ ഉദയം അല്ലെങ്കിൽ വൈകുന്നേരം അസ്തമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഓരോ സൂര്യോദയവും സൂര്യാസ്തമയവും ഓരോ ദിവസവും സൃഷ്ടിക്കുന്ന അതുണ്ടല്ലോ, രശ്മികളുടെ വർണ്ണങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളും അതും യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ്. ഇന്നലെ ഉദിച്ച ആ സൂര്യൻ ആ ഉദയാസമയത്തുണ്ടാകുന്ന വർണ്ണ വ്യത്യാസങ്ങൾ ഇന്നത്തേതായിരിക്കില്ല, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിന് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെയാണ് സൂര്യൻ അസ്തമിക്കുമ്പോഴും.
അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ നമുക്ക് വരും. ഓർഡിനറി ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് മൈൻഡ്ഫുൾ അവയർനെസ് ഇൻഫ്യൂസ്ഡ് വിത്ത് അപ്രിസിയേഷൻ. നമ്മൾ ഒന്നിനെ നമുക്ക് എന്തോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആ റെക്കഗ്നീഷൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറെ കൂടി ജീവിതത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് അതിനുള്ള ഒരു അവസരം തരുന്നു. ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് നോട്ടീസിങ് ദാറ്റ് ദി ഓർഡിനറി മൊമെന്റ്സ് വി ഓഫൺ ഓവർലുക്ക്. അതായത് നമ്മൾ കാണാതെ പോകുന്ന നമ്മുടെ ഇതിലേക്ക് കൂടുതൽ അർത്ഥവും അതുപോലെ തന്നെ അതിന് കൂടുതൽ അർത്ഥ തലങ്ങൾ ഉണ്ടെന്ന് ഉള്ള ഒരു ബോധ്യം നമുക്ക് കിട്ടും. ഇനി അല്പം റിസർച്ചിനെ കുറിച്ച് പറയാം. ഓർഡിനറി ലൈഫിലെ ഏതെല്ലാം തരത്തിലുള്ള ഇത് അനേക ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് റിസർച്ചിലൂടെ വന്നിട്ടുണ്ട്. എമ്മൺസ് ആൻഡ് മക്കൾലോഫ് എന്ന് പറയുന്ന ആ 2 ആളുകള് 2003 നടത്തിയ സ്റ്റഡിയാണ്. കൗണ്ടിങ് ബ്ലെസ്സിങ്സ് വേഴ്സസ് ബേർഡൻസ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഹെഡിങ്ങിൽ അവർ പുറപ്പെടുവിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയ അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് ജേണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു മാഗസിനിൽ അത് പ്രസിദ്ധീകരിച്ചു. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയാം. UCLCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള പഠനത്തിന്റെ വെളിച്ചത്തിൽ കൂടുതൽ ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ കാണാതെ പോകുന്ന കാര്യങ്ങളിൽ നന്ദിയുള്ളവരാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഇമോഷണൽ റെഗുലേഷൻസ് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവരുടെ പഠനത്തിൽ ഡിസിഷൻ മേക്കിംഗ് കൂടുതൽ നമുക്ക് ബയസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ കുറെ കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെഗുലേഷൻസിന്റെ വെളിച്ചത്തിൽ ഒരു നല്ല ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് സാധിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. ഇത് UC ബെർക്കിലി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കിലി, ആ യൂണിവേഴ്സിറ്റിയിൽ അവർ നടത്തിയ പഠനത്തിൽ ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് കൂടുതൽ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം നമുക്കുണ്ടാകുന്നു. ഇൻക്രീസ്ഡ് റെസീലിയൻസ് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ടുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഞാനിപ്പം 2-3 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിക്കാൻ സാധിക്കും. നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണാതെ പോകുന്ന നമ്മളുടെ ആയിട്ടുള്ള ആ ഏതാനും തലങ്ങളെ കുറിച്ച്, അതായത് നമുക്കത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എവിടെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ, നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന, നമ്മൾ കാണാതെ പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തേത് ബോഡി, നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് നന്ദി പറയുക. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് അവെയർ ആകുന്നെങ്കിൽ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. റഷ്യൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്. അതായത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദനയോ മറ്റു വിഷമങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കരുതിക്കൊള്ളുക നിങ്ങൾ മരിച്ചു എന്ന് പറയുന്ന പോലെ ശ്വസിക്കാൻ നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് സാധിക്കുന്നുണ്ട്. ആ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചുള്ള അതിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് നന്ദി പറയുക. അത് എത്രയോ പ്രാവശ്യം നമുക്കൊരു ദിവസം നമ്മൾ ശ്വസിക്കുന്നുണ്ട്, വെറുതെ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് ഒരു ജർമ്മൻ മാസിക ഇവിടെ നടത്തിയ ഒരു റിസർച്ചിൽ അല്ലെങ്കിൽ ഒരു പഠനത്തിൽ അവർ പറഞ്ഞു, അതായത് ഈ ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്ന് ദീർഘശ്വാസം എടുത്ത് ശ്വാസം വലിച്ചൊന്ന് വിട്ടേ എന്ന് പറയുമ്പോഴാണ് ശ്വസിക്കുന്നതിനെ പറ്റി അറിയുന്നത്. അല്ലെങ്കിൽ അവര് ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് ആണ്. ഇത് ഇൻവോളണ്ടറി ഫങ്ഷൻ ആണ്. നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നമ്മളുടെ ശ്വാസോച്ഛ്വാസവും ഹാർട്ട് ബീറ്റും എല്ലാം ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് അവെയർ ആകുക. പിന്നെ മറ്റൊന്ന്, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കരിയുന്ന അല്ലെങ്കിൽ അത് സുഖം പ്രാപിക്കുന്ന അതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കുക. പിന്നെ വേക്കിംഗ് അപ്പ്, നമ്മൾ ഉണരുന്നത്, എബിലിറ്റി ടു ടേസ്റ്റ് എ ഫുഡ്. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അത് അറിയുന്നില്ല. പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളുകൾ
ആ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നോ അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് അറിയുന്നില്ല. മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്തവരും ശ്രദ്ധിക്കാതെ പോകാം, കാരണം അവരിങ്ങനെ അതേക്കുറിച്ച് ചിന്തിച്ചു പോകുന്നെങ്കിൽ. പക്ഷെ പ്രത്യേകിച്ച് അത് വളരെ എന്താണ് തെറ്റായിട്ടുള്ളതാണ്. നമ്മളുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് നമ്മളുടെ എന്താണ് ഡൈജഷനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇക്കാലത്ത് സ്റ്റഡികൾ നടത്തിയിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എബിലിറ്റി ടു ടേസ്റ്റ് ഫുഡ് എന്നുള്ളത് പോലെ തന്നെയാണ് മറ്റുള്ളതാണ് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുക. ഇന്നിപ്പോ ഒരുപക്ഷെ ഓപ്പറേഷൻ നടത്തിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഭക്ഷണം ഉണ്ട് പക്ഷെ കഴിക്കാൻ പറ്റാത്തവരുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ നിങ്ങളോട് തലേ ദിവസം ഒരു ബോർഡ് കൊണ്ടുവന്ന് നിങ്ങളുടെ ബെഡിന്റെ മുകളിൽ ഇടുകയാണ്, എന്താണ് ഫാസ്റ്റിംഗ് എന്ന്, അതായത് ഭക്ഷണം കഴിക്കരുത് എന്ന്. അപ്പോഴാണ് നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. ഇല്ല, ഇന്ന് എനിക്ക് ഈ രാത്രിയിൽ എനിക്ക്, അല്ലെങ്കിൽ ഈ രാത്രിയുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സ്പർശിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ചൂടുകാലം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രയിലല്ല, അല്ലെങ്കിൽ രോഗം കൊണ്ട് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വലിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ദെൻ റിലേഷൻഷിപ്സ് ആൻഡ് പ്രസൻസ് എന്ന് പറയും, നമ്മുടെ ബന്ധങ്ങളിലും സാന്നിധ്യങ്ങളിലുള്ളതാണ്. എ ഫെമിലിയർ വോയിസ്, നമ്മളെ ആരെങ്കിലും ഫോൺ വിളിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അയൽക്കാർ സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഫെമിലിയർ വോയിസിനോട് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ദെൻ ബീയിങ് റിമെമ്പേർഡ്, നിങ്ങളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ എന്തിനേലും ഒരു സംഭവത്തിന്റെ പേരിൽ നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു മെസ്സേജ് തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ ചിലപ്പം ഗുഡ് മോർണിംഗ് ചിലർ പറയുന്നുണ്ടാവും. ദെൻ എ ഷെയർഡ് മീൽ, അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക. എ കംഫർട്ട് ഓഫ് എ ഹാൻഡ്, നമ്മളെ ഒന്ന് തലോടുന്നത് അല്ലെങ്കിൽ സാരമില്ല ആശ്വസിപ്പിക്കുന്ന ആ കൈകളെ കുറിച്ച്. ബീയിങ് ട്രൂലി ലിസൺഡ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ എടുത്ത് നമ്മൾ രണ്ടുപേരും സംസാരിക്കും. ഇപ്പം പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് അത് വിരസത മാറ്റാൻ വേണ്ടിയിട്ടാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അതല്ലാതെ നമ്മൾ പറയുന്നത് ദീർഘമായിട്ട് നമ്മൾ ടെലിഫോണിൽ പറയുന്നതാകട്ടെ, അല്ലെങ്കിൽ നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്തും നമ്മളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. ദി ലോയൽറ്റി ഓഫ് എ ഫ്രണ്ട്, അത് നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന നമ്മളുടെ ഒരു വിശ്വസ്തരായ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നേച്ചർ ആൻഡ് എവരിഡേ വേൾഡ്, നമ്മളുടെ പ്രപഞ്ചമാണ് ഏറ്റവും വലിയ ഗുരുവും അതുപോലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ എന്താണ് അത്ഭുതങ്ങൾ ഉള്ളത് പ്രപഞ്ചത്തിലാണ്. അതിൻ്റെ ആ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടോ? ഉദാഹരണമായിട്ട് സൺറൈസ്, ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്കറിയാൻ പറ്റും, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ സൂര്യനെ ഒന്ന് നോക്കി ധ്യാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇപ്പം മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതല്ലെങ്കിൽ സ്മെൽ ഓഫ് എ റെയിൻ ഓൺ ഡ്രൈ എർത്ത്, അതായത് പെറ്റിക്കോർ എന്ന് പറയുന്നുണ്ട്, അതായത് പുതുമണ്ണിന്റെ ആ മണം എന്ന് പറയുന്നത് അല്ലേ. അത് സാധാരണ അവിടെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. ചൂട് കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പുതുമഴ പെയ്യുമ്പോഴേക്കും അവിടെ പുതിയ ബാക്ടീരിയകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ ഭൂമിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പുതുമണ്ണിന്റെ ആ മണം നമ്മൾക്ക് കിട്ടുന്നത് അതിനോട് വേണ്ടി. അല്ലെങ്കിൽ മഴ, നിങ്ങളുടെ വീടിന്റെ മുകളിൽ വീഴുന്ന മഴത്തുള്ളികളെ കുറിച്ച് അതിന് സംഗീതം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെയുള്ള ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സൈലൻസ് ബിറ്റ്വീൻ സൗണ്ട്സ്, ഒരുപക്ഷെ കേൾക്കുന്ന നമ്മളുടെ സംഗീതത്തിൽ ആകണമെന്നില്ല, എല്ലാവരും സംഗീതം പഠിച്ചിട്ടുള്ളവരും ആകണമെന്നില്ല, പക്ഷെ ഓരോ ഇതിലും, അല്ലെങ്കിൽ ഒരു കാറ്റിന് ശേഷം വരുന്ന ആ ശാന്തത, സീസൺസ് ടേണിംഗ് എന്ന് പറയും അടുത്തത്. അതായത് ഋതുക്കളുടെ ആ വ്യത്യാസങ്ങൾ അതിവിടെ വളരെ പ്രകടമാണ്. 4 സീസൺസിലും ഓരോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കേരളക്കരയിൽ അത് അത്ര പ്രകടമല്ല. കുറച്ച് ചെടികളൊക്കെ മരങ്ങളൊക്കെ അതിൻ്റെ ഇല ഒഴിക്കുന്നുണ്ടാകും, ചില ദിവസങ്ങളിൽ തണുപ്പുണ്ടാകും. ഇവിടെ അങ്ങനെയല്ല. ആ 4 എണ്ണവും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസവും അറിയാൻ പറ്റും. അതിപ്പം നമ്മുടെ നാട്ടിൽ അറിയാവുന്ന രീതിയിൽ അറിയുക. എ ബേർഡ് സിംഗിങ് ബിഫോർ ഡോൺ, അതായത് നമുക്കറിയാം പക്ഷികൾ ചിലയ്ക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. യൂറോപ്പിലൊക്കെ സാധാരണ, നാട്ടിലുണ്ടാകും കേട്ടോ എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങളില് പള്ളികളിലോ ഒക്കെ ഇങ്ങനെ
മ്യൂസിക് അല്ലെങ്കിൽ മണിയടിക്കുന്ന ശബ്ദം. ഇവിടെ ഒരാൾ വർഷങ്ങളോളം ഇങ്ങനെ കേൾക്കാതിരുന്നിട്ട് ഒരു ദിവസം അകലെ നിന്ന് അയാളുടെ അടുത്തുള്ള തന്നെ ആ പള്ളിയിൽ നിന്നൊരു മണിയടിക്കുന്ന ശബ്ദം കേട്ട് അയാൾ വിസ്മയിച്ചു പോയി എന്ന് ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ, കാരണം നമുക്ക് ശബ്ദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം തലയിൽ ഇങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ ഒത്തിരി എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ്. ദെൻ ദ വേ ലൈറ്റ് ഫാൾസ്, നമ്മളുടെ മുറിയിലേക്ക് പ്രകാശം കടന്നു വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ നിന്ന്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും, വിസ്മയം കൊള്ളാൻ നമുക്ക് സാധിക്കും. ദെൻ ഇന്നർ ലൈഫ്, നമ്മളുടെ ഓരോരുത്തരുടെയും ആന്തരികമായിട്ടുള്ള കാര്യം. എ സഡൻ മെമ്മറി ഓഫ് ജോയ് ചിലപ്പം ഉണ്ടാകും ഇല്ലേ, നമുക്ക് ഒരു കാരണവുമില്ലാതെ ഒരു സഡൻ മെമ്മറി ഓഫ് ജോയ് ഉണ്ടാകും ഏതെങ്കിലും ഒന്ന്. അതുപോലെ അതേക്കാൾ കൂടുതലായിരിക്കും നമ്മളുടെ സഡൻ മെമ്മറി ഓഫ് സോറോയോ അല്ലെങ്കിൽ ഹർട്ട് ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ ഇതിനെല്ലാം ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി സംതിങ്, എ മെമ്മറി ഓഫ് ജോയ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നന്ദി പറയുക, ജസ്റ്റ് സേ താങ്ക് യു. അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ആ ജീവിതത്തിന്റെ വ്യഗ്രതയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് മൈൻഡ്ഫുൾ ആയിട്ട് ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ നമ്മുടെ ഓർമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നന്ദി പറഞ്ഞ ആ ഒരു മിനിറ്റ് നമ്മൾ അതിനോട് അത് പ്രാക്ടീസ് ചെയ്യുക. ക്യൂരിയോസിറ്റി, നമ്മുടെ ഇന്നർ ലൈഫിൽ ഉണ്ടാകുന്ന ആ ക്യൂരിയോസിറ്റി, ദി കപ്പാസിറ്റി ഓഫ് ഫോർ വണ്ടർ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് വിസ്മയം എന്തുമാത്രം നമ്മളെ ആരോഗ്യവാന്മാരാക്കുക അല്ലെങ്കിൽ നമ്മുടെ മാനസികവും ശാരീരികവുമായ ഇത് വരുത്തും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പണ്ടൊരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ചിലരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. എനിവേ, അപ്പൊ നമ്മൾ വിസ്മയിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ നമ്മളുടെ ചിരി അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുനീർ, ദി ക്വയറ്റ്നെസ് ആഫ്റ്റർ എ സ്റ്റോം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. അതിലേക്ക് നമ്മളൊന്ന് ട്യൂൺ ചെയ്താൽ നമുക്കത് കിട്ടും. ടൈം ആൻഡ് കണ്ടിന്യൂറ്റി, അടുത്ത നമ്മളുടെ ഓർഡിനറി ജീവിതത്തിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അവസരങ്ങളാണ്. ഒന്ന് ഓർഡിനറി മോർണിംഗ്സ്, ഒന്നുമില്ല, സാധാരണ രീതിയിൽ നമ്മൾ എഴുന്നേൽക്കുന്നു, ഒരുപക്ഷെ ഒരു കപ്പ് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പക്ഷികളുടെ ചിലക്കൽ കേൾക്കുന്നു, അല്ലെങ്കിൽ സൂര്യനെ ഒന്ന് നോക്കുന്നു, അതിൻ്റെ ആ വർണ്ണങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നു. പിന്നെ അടുത്തത് റൊട്ടീൻസ് ദാറ്റ് ഹോൾസ് അസ്, അതായത് നമ്മുടെ പതിവ് ജീവിതത്തിൽ നമ്മളെ റൊട്ടീന്. ഇപ്പൊ സാധാരണ ഇപ്പോൾ ഒരു സ്റ്റഡിയിൽ ഞാൻ വായിച്ചു, അതായത് പല ആളുകളും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച്, ന്യൂറോളജിസ്റ്റുകൾ ഇവരെല്ലാം പറയുന്ന ആളുകൾ, സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചാടി മൊബൈൽ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കുന്നതിന് പകരം സാധിക്കുമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് ആദ്യമേ തന്നെ സൂര്യപ്രകാശമൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരാൻ അനുവദിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മെലറ്റോണിൻ സൂര്യപ്രകാശം കാണുന്ന സമയത്താണ് അതിന്റെ അളവ് കുറയുകയും വീണ്ടും നമുക്ക് കൂടുതൽ ഊർജം, അല്ലെങ്കിൽ നമ്മൾ ഉണർന്നു എന്നുള്ളത് നമ്മളുടെ ശരീരം കൂടുതലായിട്ട് അറിയുന്ന അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി, കൂടുതൽ ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് കണ്ണുകളിലൊക്കെ ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് അങ്ങനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വീണ്ടും പല കാര്യങ്ങളെ കുറിച്ചാണ്, എന്താണ് മോസ്റ്റ്ലി വരുന്നത്, നെഗറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ അത് നമ്മളെ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിൽ ഒരു കരിയില കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സൈലൻസ്, ദ പ്രസന്റ് മൊമെന്റ്, ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അത് നമ്മൾ നോക്കുക. ദെൻ അടുത്തത് സിമ്പിൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. 1 മിനിറ്റേ ഉള്ളൂ, 60 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ തീർച്ചയായിട്ടും പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നോട്ടീസ് ദ ബോഡി, ജസ്റ്റ് ടേക്ക് എ ഫ്യൂ ബ്രെത്ത്സ്. അതിനുശേഷം നമ്മൾ നമ്മളുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മൾ എടുക്കുക. ഈ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നോട്ടീസ് സറൗണ്ടിങ്സ്, നമുക്ക് ചുറ്റുമുള്ളത്. മൈൻഡ്ഫുൾനെസ്സിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നോട്ടീസ് എ പേഴ്സൺ ഹു ഹെൽപ്ഡ് യു റീസെൻ്റ്ലി എന്നുള്ള അർത്ഥത്തിൽ, അതായത് നമ്മളെ അപ്പൊ ഈ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. അതൊരു മൈൻഡ്ഫുൾ ബ്രേക്ക് ആയിട്ട് എടുക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ്. എ സിമ്പിൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ നോട്ടീസ് ദ ബോഡി, നോട്ടീസ് ദ സറൗണ്ടിങ്സ് ആൻഡ് നോട്ടീസ് എ പേഴ്സൺ എന്നുള്ളത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻ ദി മോർണിംഗ് നമുക്ക് ചെയ്യാവുന്ന, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക. ദെൻ ബിഫോർ എ മീൽ, അപ്പൊ ചിലരത് പ്രാർത്ഥനയായിട്ട് ചെയ്യാറുണ്ട്, അപ്പം ബിഫോർ എ മീൽ. ദെൻ ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ മൊമെന്റ്, നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ ബോഡി
പ്രത്യേകിച്ച് സ്ട്രെസ് വരുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ എവിടെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ സറൗണ്ടിങ്സ്, ദെൻ തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഹു ഹെൽപ്പ് യു, ദെൻ ഡ്യൂറിങ് ദ സ്ട്രെസ്ഫുൾ മൊമെന്റ്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ദെൻ എനി ടൈം യു ഫീൽ യുവർ സെൽഫ്. അതായത് നമ്മളുടെ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്ന ആ സമയത്ത് നമുക്ക് എപ്പോഴൊക്കെ തോന്നുന്നുവോ അത് ആ സമയത്ത് നമ്മൾ ചെയ്യുക. ദെൻ ഫോർ എവറി ഡേ ഏരിയാസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി ബോഡി. നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന്, ഹാർട്ട് ഈസ് ബീറ്റിംഗ്. നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാം. ഇന്ന് ഹൃദയം തുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമുള്ളവരുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ദെയർ. സോ ബി ഗ്രേറ്റ്ഫുൾ. ദെൻ ബ്രീത്തിങ്, സീയിങ്, തിങ്കിങ്, ടച്ചിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറയുക. ദെൻ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് റൊട്ടീൻ ടാസ്കിനകത്ത് വരുന്നത് വാഷിംഗ് ഡിഷസ്, അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ മേക്കിംഗ് ദി ബെഡ്, പ്രിപ്പയറിംഗ് ഫുഡ്, ഡ്രൈവിംഗ് ടു വർക്ക്, ബേത്തിങ് ഓർ ബ്രഷിംഗ് ദ ടീത്ത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ സാധാരണ ഗതിയിലുള്ളതാണ്. അപ്പം അതേക്കുറിച്ച് ഇത് ഒരു കോട്ടാണ്. ഐ ഹാവ് ഡിഷസ് ടു വാഷ് ബിക്കോസ് ഐ ഹാഡ് ഫുഡ് ടു ഈറ്റ്. നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഐ ആം ഗോയിങ് ടു ടോക്ക് സംബഡി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർഡിനറി ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാത്രങ്ങൾ കഴുകുമ്പോൾ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ, കറിക്കരിയുമ്പോൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പീപ്പിൾ, ദി ബസ് ഡ്രൈവർ, ദി ക്ലീനർ, ദി കാഷ്യർ. ആരൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് കാഷ്യറിനോട് നമ്മൾ നന്ദി പറയാറുണ്ട്, അല്ലെങ്കിൽ അവരോട്. ദെൻ കൊളീഗ്സ്, ദ ഫാമിലി മെമ്പർ ഹു ഈസ് ക്വൈറ്റ്ലി ഹെൽപ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് നമ്മൾ പറയുക. ദെൻ അടുത്തത് നാലാമത്തത്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ സിമ്പിൾ മൊമെന്റ്സ്, എ ബ്രീസ് ദാറ്റ് കംസ് ടു യു. അതായത് നമ്മളുടെ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് അല്പം ചൂട് കാലത്താണ് ചൂടുള്ള കാറ്റായിരിക്കും, അല്ലെങ്കിൽ തണുപ്പുള്ള കാലത്താണ് ഈ തണുത്ത കാറ്റായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജർമ്മനിൽ ഫ്രൂയിലിംഗ് എന്നാണ് പറയുന്നത്. സ്പ്രിംഗ് സീസണിൽ നല്ല തണുത്തുള്ള കാറ്റ് വരും. ഞങ്ങൾക്ക് ഇവിടെ നല്ല സുഖമാണ്, വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഓട്ടം സീസണിലും നല്ല തണുത്ത കാറ്റ് വരും നടക്കാനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ. അപ്പൊ അതിനോടൊക്കെ അത് നമ്മളുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത്. ദെൻ മോർണിംഗ് സൺലൈറ്റ്, എ സ്മൈൽ, എ ക്വയറ്റ് മൊമെന്റ്, എ കംഫർട്ടബിൾ ചെയർ. നിങ്ങൾ ഇരിക്കുന്ന കസേരയോടും നമുക്ക് നന്ദി പറയാം. നമ്മളെ താങ്ങി നിർത്തുന്ന ഭൂമി, നടക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കാനുള്ള കഴിവ്, അതെല്ലാം നമുക്ക്. ദെൻ ബ്രിങ്ങിങ് ഇറ്റ് ഹോം, അതായത് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ലൈഫ് ഈസ് മോസ്റ്റ്ലി ഓർഡിനറി എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുക. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, സർപ്രൈസിന് വേണ്ടി, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ വേ ഓഫ് സീയിങ്. നമ്മൾ ഒരു മനോഭാവമാണ്, നമ്മൾ അതിനെ എപ്പോഴും കാണുക എന്നുള്ളത്. എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. അതായത് ഇത് നമ്മൾ പരസ്പരം നമ്മളുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി, കാറ്റ്, മഴ, ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതുപോലെ വ്യക്തികൾ, അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ ആ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് തന്നെ വലിയ ഈ ന്യൂറോളജിസ്റ്റുകൾ അതേക്കുറിച്ച് വളരെയേറെ സ്റ്റഡികൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സെൻ മാസ്റ്റർ ആയിരുന്ന തിക് നത് ഹാൻ, അദ്ദേഹം പറയുന്ന ഇന്റർ ബീയിങ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഇന്റർ ബീയിങ്. അല്ലെങ്കിൽ ഇപ്പൊ അത് ഇന്റർ കണക്റ്റഡ്നെസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആൻഡ് ഡിഫിക്കൽട്ട് കോ എക്സിസ്റ്റൻസ്. അതായത് നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, സന്തോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുള്ളത്, അല്ലെങ്കിൽ നന്ദി പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകേണ്ടത് നമ്മളുടെ ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, നമുക്ക് വേദന വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പരാജയങ്ങൾ വരുമ്പോൾ, നിരാശ വരുമ്പോഴും നമുക്ക് അതിനും നന്ദി പറയാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഒരാളുടെ മരണം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അതിനോടും നമ്മൾ നന്ദി പറയുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് നന്ദി പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളതിനെ നമ്മൾ എടുക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി, അല്ലെങ്കിൽ ഒരു കാലൊക്കെ കല്ലിൽ തട്ടി ഒരു മുറിവുണ്ടായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും കോൺഷ്യസ് സഫറിങ്, അത് നമ്മളുടെ ആ വേദനയെ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് നമ്മളുടെ സഫറിങ്ങിനെ
കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് വളരെയേറെ ആകുലതകളും വിഷമങ്ങളും വേദനകളും പരാതികളും ഇല്ലാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോൺഷ്യസ് ആകുമ്പോഴേക്കും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, അത് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അതിൻ്റെ വേദനയെ വളരെയേറെ മന്ദീഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സൗഖ്യമേകുന്നതിനാണ് ഒത്തിരി അവസരങ്ങൾ തരുന്നുണ്ട്. അതാണ് നമ്മൾ നന്ദി എന്ന് പറയുന്നത്. സാധാരണ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഇതായിട്ടോ നേട്ടങ്ങളായിട്ടോ ഉള്ളത് മാത്രമല്ല, നമ്മളുടെ പരാജയങ്ങൾ, നമ്മളുടെ നിരാശകൾ, നമ്മളുടെ ദുഃഖങ്ങളിലും നമ്മൾ നന്ദി ഉള്ളവരാകുക. Then okay, perhaps the secret of meaningful life is not to have more special moments. നമ്മുടെ അത് കൂടുതലായിട്ടുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് അല്ല, നേരെ മറിച്ച് സ്പെഷ്യൽനെസ് ഹിഡൻ വിത്തിൻ ദി ഓർഡിനറി മൊമെന്റ്സ് ആണ്. ഓരോ നിമിഷത്തിലും ഒളിഞ്ഞിരിക്കുന്ന അതിൻ്റെ ആ സ്പെഷ്യൽനെസ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. നമുക്കിനി ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സാർ. ഡെയിലി ലൈഫിലും പ്രായോഗിക തലങ്ങളിലും റുട്ടീനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മൈൻഡ്ഫുൾ മെഡിറ്റേഷനോട് കൂടി സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. മെഡിറ്റേഷൻ പോസ്. ഓക്കെ, ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു മെഡിറ്റേഷനാണ് നടത്തുന്നത്. മ്യൂസിക് ഇല്ല, അതുപോലെ തന്നെ ഗൈഡഡ് അല്ല. ആദ്യത്തെ 5 മിനിറ്റ് മാത്രം ഞാൻ സംസാരിക്കുന്നുള്ളൂ, അതെന്താണെന്ന് പറയാൻ വേണ്ടി. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും, ഒരു പേനയും ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കടലാസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ എടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ അതെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും നല്ല എപ്പോഴും തന്നെ നമ്മൾ മറന്നു പോകുന്ന നമ്മളുടേതായിട്ടുള്ള ഒരു തലമുണ്ട്. അതായത് നമ്മളുടെ അൺകോൺഷ്യസുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ട്, അൺകോൺഷ്യസുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, പക്ഷേ നമ്മൾ അതേക്കുറിച്ച് അവെയർ അല്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒരു ദിവസത്തിൽ അനേക പ്രാവശ്യം നമ്മളുടെ അൺകോൺഷ്യസ്, നമ്മൾ റിയലൈസ് ചെയ്യാത്ത, നമ്മൾ മാത്രമല്ല നമ്മളുടെ പൂർവികർ പോലും റിയലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് റിയലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്കുണ്ടായ നമ്മളുടെ ആ വികാരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ വേദനകളെ, ബുദ്ധിമുട്ടുകളെ ഒന്നുകിൽ നമ്മൾ സപ്രസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ റിപ്രസ് ചെയ്തിട്ടുണ്ടാകും. സപ്രഷനും റിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മിനിറ്റ് ഞാൻ പറയാം. സപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത, അതേസമയം നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഒരു അധ്യാപകൻ നമ്മളെ അകാരണമായി തല്ലിയെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട നീതി നമുക്ക് ലഭിക്കാതെ പോകുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കാതെ, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാത്ത ആ വികാരങ്ങളെ, ആ വേദനകളെ, ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ സപ്രഷൻ, അത് നമ്മൾ അടക്കി വെക്കും, ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റിയല്ല എന്നുള്ളത്. മറ്റൊന്ന് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് അല്ല, പക്ഷെ അത് നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് കടന്നു പോകും, അത് അവിടെ അങ്ങോട്ട് അടിച്ചു താഴ്ത്തുന്നുണ്ട്. അപ്പം സപ്രഷൻ ആൻഡ് റിപ്രഷൻ, ഇതാണ് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എത്രയോ പ്രാവശ്യം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും, എന്താണ് നമ്മളെ അലട്ടുന്ന രീതിയിൽ. ചിലപ്പോൾ ചില വ്യക്തികളെ കുറിച്ച് ദേഷ്യമായിരിക്കാം, സ്നേഹവും വരാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മളിൽ നെഗറ്റിവിറ്റിയാണ് കൂടുതലായിട്ട് വരുന്നത്. ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ വെറുപ്പ് വരുന്നു, അസൂയ വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിച്ചു പോകാറില്ല. നമ്മൾ കുറിച്ച് പലപ്പോഴും നമ്മൾ വറീഡാണ്, പക്ഷെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മെസ്സേജ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആരും ചിന്തിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പൊതുവേ മനുഷ്യർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ അൺകോൺഷ്യസിനെ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം. അത് നമ്മളുടെ ഏറ്റവും ഒരു ഉറ്റ മിത്രമാണ്. നമ്മളുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. എൻ്റെ വലത് കൈ അല്ലെങ്കിൽ ഇടത് കൈ, എൻ്റെ കണ്ണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തികളുടെ ഏറ്റവും
അടുത്ത മിത്രം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, നമുക്ക് മായ്ക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരമായി. ഇത് നിങ്ങൾക്ക് 7 ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ ഇന്നിപ്പം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇത് പ്രാക്ടീസ് പോലെ ഞാൻ തരികയാണ്. അപ്പം നിങ്ങളെല്ലാവരും കടലാസും പേനയും എടുത്തു, അല്ലെങ്കിൽ പെൻസിലും എടുത്തു, നിങ്ങൾ എഴുതാൻ തയ്യാറായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് കാൾ യുങ്ങിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് ഇത് ഉള്ളത്. അതായത് കാൾ യുങ് അനേക വർഷങ്ങൾ ഇതേ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് വ്യത്യാസപ്പെട്ട രീതിയിൽ നമ്മളുടെ അൺകോൺഷ്യസുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും പ്രാക്ടീസ് ചെയ്യാം, എസ്പെഷ്യലി ബിഫോർ യു ആർ ഗോയിങ് ടു ബെഡ്. അപ്പം ഞാൻ തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ണടയ്ക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക. ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ തനിയായിരിക്കണം. മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ആ ബന്ധം അല്ലെങ്കിൽ ആ മുറിയിൽ ഉണ്ടാകാതിരിക്കുക. സാധാരണഗതിയിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം, പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ ശ്വാസം വരുന്നതും പോകുന്നതും നിരീക്ഷിക്കുക. ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരു ചിന്തയാണ് കടന്നു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ശാന്തമായി, നിങ്ങളുടെ മനസ്സ് ശാന്തമായി, ശരീരം ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ പലപ്പോഴും പറയുന്ന പല വിചാരം അല്ലെങ്കിൽ തോട്ട്സ് കടന്നു വരുന്നത്. എന്താണ്, എവിടെ നിന്നാണ് അത് വരുന്നത്? നമ്മളുടെ അൺകോൺഷ്യസിൽ നിന്നാണ്. നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ആ ബുക്കിലേക്ക് എന്തൊക്കെ നിങ്ങൾ കടന്നു വരുന്നുവോ അതിനെ കുറിക്കുക. സന്തോഷമാകാം, ദുഃഖമാകാം, നിരാശയാകാം, അസൂയയാകാം, എന്തുമാകട്ടെ, വളരെ ശ്രദ്ധാപൂർവം അതിനെ ശ്രദ്ധിക്കുക. ഒരു വാക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തുമാകട്ടെ, നിങ്ങളത് എഴുതുക. ഇനി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചിന്തയും വരുന്നില്ലെങ്കിലും നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ അൺകോൺഷ്യസിനെ, ആ ശ്രദ്ധയെ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനെ ശാന്തമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് കടന്നു വരുന്നു, അത് വിവിധ തരത്തിലുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ വാക്യങ്ങളോ ഒക്കെ ആയിരിക്കും. അത് നിങ്ങൾ കുറിക്കുക. ആരുമായിട്ടും പങ്കുവയ്ക്കേണ്ട. ഇത് നിങ്ങളുടെ തന്നെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കുകയാണ്, നമ്മളുടെ അബോധ മനസ്സിനെ. ഓക്കെ, ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. ടൈം ഞാൻ നോക്കുന്നുണ്ട്, സമയമാകുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എഴുതാനുള്ള വാക്കുകളോ സെൻറ്റൻസുകളോ കിട്ടുമ്പോൾ നിങ്ങൾ കണ്ണു തുറന്ന് എഴുതുക. വീണ്ടും കണ്ണടച്ച് ഏറ്റവും സാധിക്കുന്നിടത്തോളം നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കുക. ഓക്കെ, സ്റ്റാർട്ട് നൗ.
ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ 15 മിനിറ്റ് എടുത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ എഴുതിയത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾ പങ്കുവയ്ക്കണമെന്നുമില്ല. പക്ഷേ നിങ്ങളുടെ അനുഭവം മാത്രം നിങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. റോയ് സാർ. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു രീതി ഇതേക്കുറിച്ച് എന്നുള്ളത് പങ്കുവയ്ക്കാവുന്നതാണ്. ഓക്കെ, സാറേ ഡബിൾ വരുന്നുണ്ടല്ലോ വോയിസ്. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അഡ്മിറ്റ് ചെയ്യൂ. സലിജ, ശ്രീകുമാരി മാം, ജോർജ് സാർ, വിൻസെന്റ് സാർ, അബ്ദുൾ റഷീദ് സാർ, മേരി കുഞ്ഞ്, എസ് ഗോകുമാർ സാർ പറയും. അനുഭവം ഒരു എംഡിനെസ് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. വെയിറ്റ്ലെസ് തോന്നിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട്. പിന്നെ അതുപോലെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഞാനും പറയാറില്ല. സാർ അല്പം കൂടി ഉറക്കെ പറയാമോ? മൈക്രോഫോണിനടുത്ത് വെച്ച് എനിക്ക് കേൾക്കത്തില്ല. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അധികം പറയാറില്ല. എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വളരെ എല്ലാ രംഗത്തും പറയണത് അത്യാവശ്യമാണ്. പക്ഷെ എനിക്കത് വലിയ പ്രയാസമാണ്. കാരണം മലയാളികൾക്ക് വലിയ പൊതുവെ പ്രയാസമാണ്. അക്കൂട്ടത്തിൽ എനിക്കതുകൊണ്ട്. പക്ഷെ ഈ ഇതില് ഒരു മെഡിറ്റേഷനിൽ ഒരു എംപ്റ്റിനെസ് തോന്നി, ശരീരം മൊത്തത്തിൽ ഭാരമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. നല്ല അനുഭവമായിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ. ഓക്കെ, സലിജ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സലിജ സാർ എന്തോ പറയാൻ വേണ്ടി നമസ്കാരം. മുന്നോട്ട് വന്നിട്ടുണ്ട്. യെസ്, സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. യെസ്. ഓക്കെ. ആ എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഓട്ടോറിക്ഷയിൽ വന്നാലും അല്ലെങ്കിൽ എവിടെ പോയാലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു ശീലത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു വലിയൊരു സന്തോഷം തോന്നാറുണ്ട്. പിന്നെ കുട്ടിയോടാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മൾ ആ താങ്ക് യു മോനെ എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് എന്നിൽ തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ അങ്ങനെ പറയത്തില്ലായിരുന്നു ആരെടുത്തും. പക്ഷെ അത് ഇപ്പൊ കൂടുതലുള്ളവിടുത്ത് പറയും. പിന്നെ ഞാൻ ശരിക്കും അത് പറയണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പൊ സാർ ഇപ്പൊ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു നമുക്കത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതെന്ന് വിചാരിക്കും. ഇപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പറയരുതായിരുന്നു ഒരു ഫീലിംഗ് ആണ് സാർ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ വന്നത്. ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരു ഫീലിംഗ്. പിന്നെ കുറെ സമയം ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമുക്കിതൊരു ബ്ലാങ്ക്നെസ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നമുക്ക് ചിന്തകളൊക്കെ ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഒരു നത്തിങ് ഫീലിംഗ് വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇടയ്ക്കെങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ കുറെ ടൈം ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അൺകോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ടത് ഗ്രൂപ്പിൽ പറയണ്ട. പക്ഷേ അതിനെ ശാന്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നതിനെ കുറിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു 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 ഇതുണ്ടല്ലോ, എൻറ്ററിങ് അല്ലെങ്കിൽ എൻറ്ററൻസ് ടു ദി യുവർ അൺകോൺഷ്യസ്, അത് നിങ്ങൾക്ക് സാധിച്ചോ? അതോ വെറുതെ വിരസമായിട്ട് പോയിട്ടുള്ളോ? അത് അങ്ങനെ പോയിട്ടും അതിനും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു അവസരം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയോ എന്നുള്ളതാണ് കൂടുതലായിട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് ആണ്. സാർ, എനിക്ക് കൂടുതലും വന്നിട്ടുള്ള ചിന്തകൾ മരിച്ചുപോയ ആൾക്കാർ, പിന്നെ ഏർലി ചൈൽഡ്ഹുഡ്,
ലുള്ള ഒരു തോട്ട്. സാധാരണ അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതാ. സാധാരണ അങ്ങനെ വരാറില്ല. അപ്പം ഇന്ന് അങ്ങനെയാ വന്നത്. ഓക്കെ, പേരെന്തെന്നാ പറഞ്ഞേ? എൻ്റെ പേര് ബീബി. ഓക്കെ ഓക്കെ. അല്ലാതെ ഓക്കെ, മരിച്ചുപോയവരെ കുറിച്ച് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ എന്താണ് ഏതെങ്കിലും വൈകാരികമായിട്ടുള്ള അതിൽ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ വരാറുള്ളത് നമ്മളുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള വരുന്നതും പറയാം, അതല്ലോ അതോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അധികം വന്നില്ല. ഓക്കെ, ഇത് മരിച്ചുപോയവരെ കുറിച്ചുള്ള ചിന്തകൾ, അതായത് എവിടെയോ ഒരു ഓക്കെ, ഞാൻ ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, കാരണം ഗ്രൂപ്പ് ആയതുകൊണ്ടും. ഓക്കെ, ഇനി അടുത്ത ആൾ ആരെങ്കിലും പറയാമോ? അതൊരു അബ്ദുൾ ഗ്രീഫ് റഷീദ് സാറിന് ഗ്രീഫ് എന്തോ പെർസിസ്റ്റ് പറയാനാണെന്ന് തോന്നുന്നു. ചെയ്തുകൊണ്ടാണ് സാർ. ഒരു ഗ്രീഫ് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടാകാം അല്ലെ? എന്തോ? ഒരു ഗ്രീഫ്, ഒരു സങ്കടത്തിന്റെ ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. എനിക്ക് റഷീദ് സാർ. വിൻസെന്റ് സാറാ പറയുന്നത്. പറഞ്ഞോ സാറേ. സാറേ, ഞാൻ ഈ മെഡിറ്റേഷൻ ഇപ്പോൾ കണ്ണടച്ചിരുന്ന് പറയാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒന്ന് രണ്ട് ഇതുണ്ടായിരുന്നു. എനിക്ക് ഗ്രീഫ് എൻ്റെ മനസ്സിൽ എന്നെ അലട്ടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ലേറ്റർ ഓൺ ഞാൻ അത് ബ്ലാങ്ക് ആയിപ്പോയി. അതിന് പ്രത്യേകിച്ച് ഒന്നും വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഐ വാസ് ജസ്റ്റ് ബ്ലാങ്ക്. ഞാൻ സാധാരണ ഞാൻ ചിന്തിക്കുന്ന പോലും എനിക്ക് ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നൊരു കാര്യം എനിക്ക് സാറിനോട് നേരത്തെ ചോദിക്കാനുണ്ടായിരുന്നത്, നമ്മളിപ്പോൾ ഞാൻ അതിലൊരു വ്യത്യാസം മനസ്സിലായി. നമ്മൾ താങ്ക്സ് പറയുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസം സാറ് പറഞ്ഞു. ഞാൻ സാധാരണ കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ ഈ ആമസോണോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റൊക്കെ വരുമ്പോൾ അവരോടൊക്കെ താങ്ക്സ് പറയാറുണ്ട്. പക്ഷെ അത് ഒരു ഹാബിറ്റായി പോയതാണ്, അല്ലാണ്ട് മനസ്സിൽ നിന്ന് വരുന്നതല്ല. ഒരു സാധനം മേടിക്കുമ്പോൾ താങ്ക്സ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ടു ഹിം ഓർ ഐ എം റിയലി താങ്ക്ഫുൾ ടു ഹിം എന്നല്ല. അത് അറിയാണ്ട് വന്നു പോകണമാണ് താങ്ക്സ് എന്ന് പറഞ്ഞു പോകണം. വീട്ടിലും പിള്ളേരൊക്കെ എടുത്തു തരുമ്പോൾ പറയും, കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ചെയ്യണ സമയത്ത് താങ്ക്സ് പറയണമെന്ന്. പക്ഷേ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം ദ ഹാർട്ട്, ടു ബി ഹോണസ്റ്റ്. ഞാൻ പറയുന്നതാണ്. കടയിലൊക്കെ പോകുമ്പോൾ ഇന്നാളെ എനിക്ക് ചെറുപ്പളശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ ഞാൻ പോയിട്ട് പേപ്പർ മേടിക്കാൻ പോകും. ഓരോ പ്രാവശ്യം പേപ്പർ മേടിക്കുമ്പോഴും ഞാൻ താങ്ക്സ് പറയും. ഒരു തവണ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ചില കണ്ടിന്യൂസ് അവിടെ താമസിക്കുകയല്ല, ചിലപ്പോൾ പോയി 2-3 ദിവസം ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അയാൾക്ക് തന്നെ അറിയാം ഞാൻ പോകുമ്പോൾ അവിടെ അവൻ പേപ്പർ മേടിക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ വീണു റോഡിൽ വീണപ്പോൾ എന്നെ ആരും അറിയില്ലല്ലോ, അവിടെ ആരും പരിചയമില്ല. അപ്പോൾ ആ കടക്കാരൻ എന്നോടോ നമ്മുടെ ആ താങ്ക്സ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് തന്നത് ആ താങ്ക്സ് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഞാൻ പക്ഷെ അത് മനസ്സുകൊണ്ട് പറയുന്നതല്ല, അറിയാണ്ട് പറഞ്ഞു പോണതാണ്. അത്ര ഞാൻ പറയുന്നേ ഉള്ളൂ സാറ്. എനിവേ, താങ്ക്സ്. ഓക്കെ ഓക്കെ സാറേ, അത് നമുക്കത് കുറച്ചുകൂടി പ്രായോഗികമാക്കി, അതായത് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരണമെന്നാണ് പറയുന്നത്. നമുക്ക് അത് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ ശരീരം, നമ്മളുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് അറിയണം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പം ഞാൻ പറഞ്ഞ താങ്ക്ഫുൾനെസ്സിനെ കുറിച്ചല്ല, ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് പലപ്പോഴും ഒരു ഹാബിറ്റ് പോലെ വരാം. പക്ഷേ ഇനി നമുക്കത് ഇതേക്കുറിച്ച് അറിയുമ്പോൾ, നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയും പുതുതായിട്ട് അറിഞ്ഞു വരുമ്പോഴാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അത് കുറച്ചുകൂടി ഹാർട്ട്ഫുൾ ആക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. റഷീദ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കത്തില്ല. എനിക്ക് അതോ മറ്റുള്ളവർക്കും പ്രശ്നമുണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കത്തില്ല കേട്ടോ, സോറി. ഇല്ല, കേൾക്കുന്നില്ല സാർ. രണ്ടാളും പറയുന്നത് കേൾക്കുന്നില്ല. സാർ ഇപ്പം അത് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഇപ്പം മ്യൂട്ടഡ് ആണ്. സാബു സാറ് മ്യൂട്ടായിരുന്നു. ജോർജ് സാർ പറഞ്ഞു. താങ്ക് യു സർ. അനിൽ സാറേ, ഒത്തിരി സന്തോഷം. വീണ്ടും ഒത്തിരി ഓർമ്മപ്പെടുത്തലുകൾ. അതെ,
എല്ലാ കാര്യത്തിനും, എത്ര നിസ്സാര കാര്യത്തിനും ഓരോ നിമിഷവും നന്ദിയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞ് അതെ, കുറേ ഓർമ്മപ്പെടുത്തലുകൾ സാറിന്റെ പല ക്ലാസ്സുകളിലും പറഞ്ഞതാണെങ്കിലും അതൊക്കെ വിട്ടുപോയ പല കാര്യവും ഇന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. ഉപരി മെഡിറ്റേഷൻ ടൈമിൽ സാധാരണ മുഴുവൻ സമയവും നമ്മുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നത് സാറ് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. ഞാൻ ഇതിൽ കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, അയ്യോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ എന്ന് തോന്നി ഞെട്ടി എണിക്കുമായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അങ്ങ് ഡീപ്പ് ആയിട്ട് റിലാക്സ് ചെയ്ത് പോയായിരുന്നു. ഓക്കെ, നല്ല അനുഭവമായിരുന്നു സാർ. താങ്ക് യു സാർ. റഷീദ് സാറെ കേൾക്കുന്നില്ലേ? റഷീദ് സാർ കേൾക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യണം സാറേ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു പണി, ഞാനല്ലെങ്കിൽ ഒന്ന് സാറിനെ ആ കേൾക്കാവോ? ഇല്ല, കേൾക്കുന്നില്ല. അപ്പൊ സാറ് ഒന്നുകൂടെ കയറി വരാവോ? എങ്ങനെ ഓക്കെ. വേറെ ആരെങ്കിലും പറയൂ? റോയി സാർ, ശ്രീമാരി മാം, മേരിക്കുഞ്ഞ്, ആർക്കെങ്കിലും? സാറേ ശരിക്കും പറഞ്ഞാൽ എനിക്കാണേലും ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായത്. ഞാൻ ആദ്യമൊക്കെ 1-2 പ്രാവശ്യം ഇങ്ങനെ സന്തോഷവും സങ്കടമൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോയി. എന്തൊക്കെയോ ഞാനിവിടെ കുറച്ച് അമ്പലത്തിൽ വഴിപാട് നടത്തി ഉണ്ണിയപ്പം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതെല്ലായിടത്തും കൊടുത്തു. ഇനി ആർക്കെങ്കിലും കൊടുക്കാതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഹാപ്പിനെസ് മനസ്സിൽ വന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ ഞാൻ അറിയാതങ്ങ് ഒരു പ്രത്യേക ലോകത്തിലായിപ്പോയി. എന്നിട്ട് കണ്ണു തുറപ്പേച്ച് ക്ലാസ് ഒക്കെ തീർന്നു. ആ ഒരു മൂഡിലായിപ്പോയി. നല്ലൊരു അനുഭവമായിരുന്നു സാർ. ഇത് കേൾക്കാൻ പറ്റുന്നുള്ളൂ. കേട്ടു ഞാൻ. ഇതൊരു വലിയൊരു പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് ഞാൻ പറഞ്ഞ നമ്മുടെ അൺകോൺഷ്യസിനോട് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞു മരിച്ചുപോയവരെ കുറിച്ച് ഓർത്തു വന്ന്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ സെന്റൻസുകളായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റ വാക്കായിരിക്കും വരുന്നത്. ഇത് എഴുതി വെച്ചാൽ ഉള്ള ഗുണം നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലായോ? ഒരു കാറ്റത്ത് പോകുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന് പകരം നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നമുക്കറിയാൻ പറ്റും, അത് നമ്മളുടെ ആ കോൺഷ്യസ്നസ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത നമ്മളെ അലട്ടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി നമ്മളുടെ അൺകോൺഷ്യസ് എപ്പോഴും ഇങ്ങനെ നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ചിന്തകൾ, അല്ലെങ്കിൽ ആ പാറ്റേൺ ഓഫ് തോട്ട്സിനെ നമുക്കറിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ സ്വയം ഓരോരുത്തരും കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നതാണ് എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. സോ എന്താണ്, സ്പീക്ക് ടു മീ എന്ന് വേണം നമുക്ക് പറയാം. ഐ എം റെഡി ടു ലിസൺ യു, സോ സ്പീക്ക് ടു മീ എന്നുള്ള ഈവൻ അത് ആ ഒരു സജഷൻ നിങ്ങൾക്കെന്നല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് കൊടുക്കുമ്പോൾ ആ അൺകോൺഷ്യസ് അത് സാവധാനം, ഇന്നിപ്പം നിങ്ങൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം അത് നമ്മൾ ആരും ഇങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അൺകോൺഷ്യസ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അത് ഒരു വികാരമായിട്ട്, അല്ലെങ്കിൽ ഓക്കെ, സന്തോഷം, ദുഃഖം, നിരാശ, ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കില്ല. ചിലപ്പോൾ അതിങ്ങനെ ഒരു സെന്റൻസുകളായിട്ട്, അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് വരും. അതാണ് നമ്മളെ ഏറ്റവും ഹീല് ചെയ്യുന്ന കാര്യം. ഇതൊരു പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഈവൻ ഐ റിയലി ഡോണ്ട് നോ. കാരണം സൈക്കോതെറപ്പിയിലൊക്കെ പോകുമ്പോഴേക്കും അവരിതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഷുഡ് ബി, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും, അല്ലെ നമ്മളെ ക്ലയൻസും അവരിങ്ങനെ വന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രീ റെക്വിസിറ്റ് ആയിട്ടുള്ളത് നമ്മൾ ശാന്തമായിട്ടിരിക്കണം. നമ്മളുടെ ഈ കലപില ആ ശബ്ദത്തിൽ അൺകോൺഷ്യസ് നമ്മളോട് ശരിക്കും സംസാരിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഈവൻ നമ്മളുടെ സ്വപ്നങ്ങളിൽ വരുന്നുണ്ട്. കാരണം അൺകോൺഷ്യസ് എന്ന് പറയുന്നത്, അത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോടുള്ള ഇതെന്ന് പറയുന്നത് പലപ്പോഴും അത് വാക്കുകൾ അൺകോൺഷ്യസിന് മനസ്സിലാകില്ല. ഒരിക്കലും ഒരു ഭാഷയുടെ തലത്തിലല്ല നമ്മളോട് സംസാരിക്കുന്നത്. കൂടുതലും അത് ഇമേജസ്, ടെക്സ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷെ നമ്മളതിനെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം കൂടുതൽ ഇമേജസിലൊക്കെ അപ്പം അങ്ങനെയുള്ള ഇപ്പം മരിച്ചുപോയവരെ കണ്ടു. ഇറ്റ്സ് എ ഗുഡ് സൈൻ. അവിടെ ഒരു ഇമേജ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റോയ് സാർ മറ്റുള്ളവർ റോയ് സാർ, അബ്ദുൾ റഷീദ് സാർ കേൾക്കാവോ? കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാം. ഹലോ, സൗണ്ട് ഇച്ചിരി കുറവാണ്. കേൾക്കാം. പറഞ്ഞോ. കേൾക്കാമോ സാറേ? കേൾക്കാം. യെസ്, ഓക്കെ. ഓക്കെ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം. ഒരുപാട് നാളായി പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, അപ്പൊ ഇന്ന് വരാൻ പറ്റിയ സന്തോഷം. അത് മാത്രമല്ല, പിന്നെ ആന്റണി സാറുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ പ്രഭാഷണ ട്രെയിനിങ് കേൾക്കുമ്പോൾ അത് മെഡിറ്റേഷന്റെ സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരു ധ്യാനാത്മകമായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, അത് സാറുടെ പുസ്തകം കൂടി വായിച്ച ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒരു ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് കേൾക്കാറ്. അപ്പൊ അതില് ഈ നമ്മുടെ ഒരു അഡ്വൈസ് അതായത് പ്രതികൂലമായ സാഹചര്യത്തിൽ, നമ്മളുടെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ശാന്തരായി മൈൻഡ്ഫുൾനെസ് ആയി അല്ലെങ്കിൽ ധ്യാനാത്മകമായി ഇരിക്കാം, മനസ്സിനെ ശാന്തമാക്കാം എന്നുള്ള ഒരു ഏരിയ ഒക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അതുകൂടെ ഇതിൽ ഉൾപ്പെടുത്തി കേട്ടപ്പോൾ എനിക്ക് പിന്നെ നല്ലൊരു ഒരു ധ്യാനാത്മകമായ അനുഭവം തന്നെയാണ് സാറിന്റെ ക്ലാസ്. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം സാറിന്റെ ക്ലാസ്സിൽ ഒന്നും കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ എല്ലാവരോടും സന്തോഷവും എന്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. പിന്നെ ക്ലാസിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം, ആന്റണി സാറുടെ ആ പുസ്തകത്തിലും ഇതിലും പറഞ്ഞ ഒരു പ്രാധാന്യം, ഈ മൈൻഡ്ഫുൾനെസ് ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അത് വേറെ എന്തോ ഒരു കാര്യമാണ്. നമ്മൾക്ക് സാധാരണ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രയാസം പിടിച്ച ജീവിതത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി മറ്റെന്തെങ്കിലും പ്രയാസമുള്ള എല്ലാ ആൾക്കാരും പല പ്രയാസങ്ങൾ കൂടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതില് ഇതൊക്കെ വേറെ ചില ആളുകൾക്കും വേറെ ചില സമയത്തും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിത പ്രയാസങ്ങളായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ള ഒരു തോന്നൽ പൊതുവെ നമ്മളിലൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് അങ്ങനെയല്ല, ഇത് സ്വന്തം യഥാർത്ഥ നമ്മളെ റിയൽ ലൈഫിൽ നമുക്ക് ഇത് എങ്ങനെ പ്രയോഗിക്കാം എന്നതാണ് പിന്നെ അതിന്റെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അതേ കാര്യമുള്ളൂ. അല്ലാതെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി നമ്മളൊരു ഒരു ഒരു ശൂന്യതയിലോ അല്ലെങ്കിൽ റിയൽ ലോകത്തല്ലാതെ ജീവിച്ചിട്ടൊരു മൈൻഡ്ഫുൾനെസ് ആയി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ആ രീതിയിൽ ആണ് ഈ ക്ലാസിന്റെ ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ എളിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നു. പിന്നെ അതുപോലെ ഒരു സന്തോഷം തോന്നിയ കാര്യം, അത് ഈ സാറ് പറഞ്ഞില്ലേ ഓട്ടോറിക്ഷക്കാരോട് താങ്ക്സ് പറയുന്നു. അപ്പൊ അത് നേരത്തെ വെറുതെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു അർത്ഥത്തിലല്ലാതെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തത്, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പൊതുവെ അവരൊരു ആരും അങ്ങനെ ഒരു പരിഗണിക്കാത്തത് പോലെയോ ഒരു തരം അങ്ങനെ ഒരു തോട്ടുള്ള പോലെ ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വെറുതെ അവരോട് ഒരു താങ്ക്സ് പറയുമ്പോൾ അവരോട് ആരും താങ്ക്സ് പറയാറില്ല. ഒരു മനുഷ്യനും താങ്ക്സ് പറയാറില്ല. പൈസ കൊടുത്ത് 10 രൂപ കൂടിപ്പോയി 5 രൂപ കൂടിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് തർക്കിക്കുകയല്ലാതെ അവരൊരിക്കലും താങ്ക്സ് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ വീട്ടടുത്ത് ഇറക്കുമ്പോൾ ഒരു താങ്ക്സ് പറയും. അപ്പൊ അവർ ഈ നേരെ സാറ് പറഞ്ഞ പോലെ ആ താങ്ക്സ് പറയുന്ന സാറ് അങ്ങനെ നോട്ട് ചെയ്യും നമ്മളെ. അവർക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവും. അത് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും. അവർ ചെയ്ത ആ സർവീസ് അവർ തന്നെ വിചാരിക്കുന്നു ഞാനൊരു മോശം ജോലിയാണ് ചെയ്യുന്നതിനോട് വേറൊരാള് വന്ന് പിന്നെ ഒരു താങ്ക്സ് പറയുമ്പോഴുള്ള അതിന്റെ ഒരു ഇഫക്റ്റ് വലുതാണെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അതിന് നമുക്കുള്ള ഒരു ഗുണം കൂടെ എനിക്ക് മനസ്സിലായത്. അതുപോലെ പെട്രോൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് പോകുന്ന നേരത്ത് ഒരു താങ്ക് യു പറയുന്നത്. അതുപോലെ ഒരു ചായ കുടിച്ച് ഇറങ്ങുമ്പോൾ പലപ്പോഴും ചായ മോശമായാലോ ഭക്ഷണം മോശമായാലോ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു നല്ല ചായ കിട്ടുമ്പോൾ നിങ്ങളുടെ ചായ നന്നായിരുന്നു കേട്ടോ, ചായക്കാരൻ ആരാ മൂപ്പരോടൊന്ന് പറഞ്ഞേക്കണേന്ന് ക്യാഷ് കൗണ്ടറിൽ പറയുന്ന ഒരു രീതി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു സന്തോഷം ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ വെറുതെ ഷെയർ ചെയ്യാണ്. എനിക്ക് നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യണമല്ലോ. അങ്ങനെ ഓക്കെ. പിന്നെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ള, പിന്നെ എനിക്ക് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് ക്യാമറയിൽ വരാഞ്ഞത്. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഫ്രീ ആയത്, എത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് സശ്രദ്ധം കേട്ടു. പിന്നെ ഒരു സംശയം തോന്നിയത്, സംശയമല്ല, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി സാറോട് ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ജനനസമയത്ത് തന്നെ നമ്മൾ ഒരു നെഗറ്റീവ് ബയാസായിട്ടാണ് മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് പറഞ്ഞു. അത് എനിക്ക് ശരിയായി തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ നെഗറ്റിവിറ്റിയോടുള്ള നമ്മൾ ആഭിമുഖ്യത്തിന്റെ ഒരു കാരണം അതായിരിക്കുമോ? അപ്പൊ എനിക്ക് രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. രാത്രി ഉറങ്ങാൻ സമയത്ത് പോലും ഭയങ്കര പേടിയാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു തരത്തിന്റെ ഈ നെഗറ്റീവ് ബയാസിന്റെ പ്രശ്നമാണോ
എന്നൊക്കെയുള്ള അതിനെക്കുറിച്ച് സാർ ഒന്നും കൂടെ ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. സാറുടെ വളരെ എന്താ പറയാ എന്താ ഒരു ഒരു ധ്യാനാത്മകമായ പിന്നെ വളരെ അങ്ങനെയുള്ള ഒരു വാക്കുകൾക്ക് താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ സാബു സാർ ആൻഡ് പങ്കെടുത്ത എല്ലാവർക്കും സാബു സാർക്കും ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു റഷീദ് സാർ. ഇറ്റ് വാസ് വെരി ഗുഡ് കമന്റ്. വളരെ നന്നായിട്ട് അതേക്കുറിച്ച് സാറ് അത് വളരെ നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു. ഓക്കെ, ഭയം അല്ലെങ്കിൽ രാത്രിയിലുള്ള ഭയം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളതാണ് പൂർവീകരിൽ നിന്ന്. അതായത് നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. നമ്മൾ ആരും ഒരുപക്ഷെ രാത്രിയിൽ നമ്മൾ ഇറങ്ങി നടന്നിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നടന്നിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല ഇരുട്ടിനോടുള്ള ഭയം. കാരണം പൂർവീകർ ആയിട്ടുള്ള ആളുകൾ പകല് മാത്രമേ അവർക്ക് അന്ന് തീയില്ല അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത കാലത്ത് അവർ ഗുഹകളിലൊക്കെയാണ് അപ്പം ചിലപ്പോൾ ഗുഹകളിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇരുട്ട് വരുമ്പോഴേക്കും അവർക്ക് ഭയമുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മളുടെ നാട്ടിലുള്ള പല ഇതേക്കുറിച്ചുള്ള ഇതുണ്ടാകും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങളുണ്ട്, യക്ഷികളുണ്ട്. അവർ രാത്രിയിൽ ഇറങ്ങി നടക്കും. എന്താണ് ചുണ്ണാമ്പ് ചോദിക്കും, അല്ലെ വീഡിയോ കൊത്തിക്കാമെന്ന് ചോദിക്കും എന്നൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്താണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ടും നമ്മൾക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്താണ് ഈ ഭയം. ഉദാഹരണമായിട്ട് നമ്മൾ ഈ അൺകോൺഷ്യസിലേക്ക് നമ്മൾ പോകുന്ന ആ സമയത്ത് നമുക്ക് ഭയമായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ ഭയം എന്നുള്ളൊരു വാക്കായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ അലട്ടുന്ന നമ്മളുടെ മനസ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആ ചിന്തകൾ. ഇതിനെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലുള്ളത്? ഇപ്പം സാധാരണഗതിയിൽ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയാണെങ്കിൽ എല്ലാ സ്ട്രീറ്റിലും വെട്ടമുണ്ട്. വെട്ടമില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. ഒരു അപരിചിതൻ നടന്നു വരികയാണ്, നമ്മുടെ മനസ്സിലൊരു ഭയം തോന്നും, ഇല്ലേ? ഇയാള് ആരാണ്? ഈ അപരിചിതൻ കള്ളനാണോ, പിടിച്ചുപറിക്കാരനാണോ? ഇതൊക്കെ. അപ്പൊ ഇതിന്റെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നമുക്ക് പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അത് തേച്ചു മായ്ച്ചു കളയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ചില കാര്യങ്ങൾ വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിലുണ്ട്, അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. സോ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഇറ്റ്. നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു ഭാഗമാണത്. ഓക്കെ സാർ. റോയ് സാർ. താങ്ക് യു സാർ. ആ ജനന സമയത്ത് പറഞ്ഞ ഒരു നെഗറ്റീവ് സാധനം സാർ എന്തോ പറഞ്ഞല്ലോ, ജനന സമയത്തുള്ള ഒരു നെഗറ്റീവ് ബയാസ്, ആ വാക്ക് അത് തന്നെയാണോ സാർ ഇപ്പൊ പറഞ്ഞത്? അത് ജനനം വഴി അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ നമ്മളെ പറഞ്ഞിട്ടുള്ള കഥകള്, യക്ഷിക്കഥകള്, അതുപോലെയുള്ള ഇരുട്ടിനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എന്താണ് ഡീഫോൾട്ട് മോഡ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ ബ്രെയിനിന്റെ ഇത്. അതായത് നമുക്ക് സംശയമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായ സംശയങ്ങൾ നമുക്കുണ്ടാകാം. അതായത് വാണ്ടറിങ് ചെയ്യുക, നമ്മളുടെ മൈൻഡ് എപ്പോഴും വാണ്ടർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമ്മളുടെ ബ്രെയിനിന് തന്നെയുണ്ട്. ഓക്കെ, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന അത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മനസ്സ് ആവശ്യമില്ലാതെ വാണ്ടൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് ഓരോന്നിനെയും കാണുന്നത്. കുട്ടികൾക്ക് അങ്ങനെയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. പക്ഷെ പിന്നീട് അവരത് വളരെ എന്താണ് അവരുടെ വളർച്ചയുടെ ഭാഗത്ത്, ഉദാഹരണമായിട്ട് അവർ സ്ഥിരം കാണുന്ന അവരുടെ ആ കണ്ണുകളിൽ കാണുന്ന ഇമേജസ് ഉണ്ട്. അവർക്ക് ഭാഷയില്ല അല്ലെങ്കിൽ മറ്റുള്ളില്ല. ആ ഇമേജ് ആണ് അവരുടെ രക്ഷകർത്താവ്, അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ആയോ ആരെങ്കിലും. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു 1-1.5 വയസ്സുള്ള ഒരു കൊച്ച്, 2 വയസ്സൊക്കെ ഉള്ള ഒരു കൊച്ചിന്റെ അടുത്ത് നമ്മൾ ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത രീതിയിൽ നമ്മൾ ചെന്നാൽ, ചിലപ്പോൾ ഒരുപക്ഷെ മുത്തച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഒക്കെ വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകളുടെ മക്കളുടെ കാണുമ്പോൾ അവരുടെ മുത്തച്ഛൻ, അവരെ ഒരു എന്താണ് പേടിയോടുകൂടിയാണ് കാണുന്നത്. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവരൊന്ന് ഒത്തുപോകുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ആ ഭയത്തിന്റെ ഒരു ഭാഗമാണത്. കാരണം അപരിചിതത്തെ അത് എന്താണ് കൂടുതൽ കെയർഫുൾ ആയിട്ട് ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. ഇതെല്ലാം നമ്മളുടെ വളർച്ചയുടെ അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ടാണ് പോകുന്നത്.
സാർ താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ റോയ് സാർ. നമസ്കാരം. എന്നെ കേൾക്കാവോ സാർ? കേൾക്കാം. കേൾക്കാം. സിസ്റ്റത്തിനൊരു തകരാറ് വന്ന റിപ്പയറിങ്ങിലും കൂടെ ഒക്കെ അറിഞ്ഞു. ഓക്കെ. ഞാന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് തന്നെയല്ല, സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് കൂടുതൽ എൻജോയബിൾ ആയി എനിക്ക്. ഈ ക്ലാസ് അല്ല, ഇതിനു മുമ്പുള്ള പല ക്ലാസ്സുകളും. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഉള്ള ഒരു എൻജോയ്മെന്റ് വരുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഒരു ഇംപ്രഷൻ നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് പൊതുവെ. അപ്പോ സ്ഥിരമായി ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിന്റെ ഒരു എൻജോയ്മെന്റ് എനിക്ക് സോഷ്യൽ ലൈഫിൽ നിന്നും ഒക്കെ കിട്ടുന്നുമുണ്ട് എന്ന ഭാഗമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് സാർ ഇന്നെടുത്ത ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ അതേപടി എനിക്ക് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. അതൊക്കെ വളരെ സാർ പറഞ്ഞതുപോലെ അൺകോൺഷ്യസിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ മെഡിറ്റേഷന്റെ സമയത്ത് എനിക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് കിട്ടിയ സന്തോഷം വന്ന അവസരങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയി. ഒന്നത്. രണ്ട്, പൊതുവെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ കുറവായെന്നുള്ളത് കൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റും സോഷ്യൽ ലൈഫിൽ. അത് കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടും. അതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു എൻജോയബിൾ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അക്വയർ ചെയ്യുന്നു. അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സാറ് പറഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ട് വരുന്ന അവസരത്തില് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഉള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് സന്തോഷം വരും. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊന്ന് തെന്നി വീണു, കൈ ഒന്ന് പരിക്ക് പറ്റി, ഓ ഭാഗ്യം, കയ്യുള്ള ഈ കാലിലോ വല്ലതും പറ്റുവായിരുന്നെങ്കിലോ മറ്റാന്ന് പറഞ്ഞ് നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ പെയിൻ ഒരു റിലീഫ് കിട്ടും. ഇത് തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും വരുന്ന ഒരു ഭാഗം എന്ന് പറയാനാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. ഏതായാലും ഈ ഓരോ ഭാഗവും ഇപ്പൊ സാറ് നേരത്തെ ആന്റണി സാറ് നേരത്തെ ഈ മൈൻഡ്ഫുൾ വാക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാം എൻജോയ് ചെയ്യുന്നത് ഈ ഇന്ന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കുറെ പോയിന്റ്സുകളിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. അതായത് സൂര്യപ്രകാശവും ഈ പറയുന്ന പോലെ മറ്റു പ്രകൃതിയിലെ സൗണ്ടുകളും ഈ പറയുന്ന കാറ്റുകള്, ഇലകളാണ്, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ശ്രദ്ധിച്ചങ്ങ് പോകുമ്പോൾ നമ്മളുടെ ലൈഫ് ഒരു എൻജോയബിൾ ആയിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. പിന്നെ കഴിവതും ഈ വൈകാരികമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും എന്നാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ പറ്റും, അതിന് യാതൊരു സംശയവും വേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് നമുക്ക് പറ്റും എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വേറെ രീതിയിലായിരിക്കും കാണുന്നത്. ഇപ്പൊ ഞാന് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാനിങ്ങനെ കാറ് നിർത്തി ഡോർ ഇറക്കിയപ്പോ ഒരാളെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോ അയാളങ്ങ് പോയിട്ട് തുറക്കാം എന്ന് ഓർത്തു. അയാളങ്ങ് പോയി കഴിഞ്ഞാൽ ഉടനെ തുറന്നെങ്കിലും അയാള് പറഞ്ഞു, മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലെ എന്ന് ചോദിച്ചു. സോറി കേട്ടോ, വളരെയധികം സോറി എന്ന് പറഞ്ഞു. അയാൾക്കൊന്നും പറയേണ്ട കാര്യമില്ല, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്, അപ്പൊ നമുക്കൊരു എൻജോയ്മെന്റാണ് കിട്ടുന്നത്. അദ്ദേഹം നമ്മളോട് നിന്റെ മേത്തങ്ങ് മുട്ടിയില്ലല്ലോ മറ്റൊന്നൊക്കെ പറയുവാണെങ്കിൽ അവന് ദേഷ്യം വരും. അവൻ ഇങ്ങോട്ട് വർത്താനം പറയും, നമ്മൾ അങ്ങോട്ട് വർത്താനം പറയും. പക്ഷെ ആ ഒരു ഇത് പറയും, അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, താങ്ക്സ് അല്ല പറഞ്ഞത്. എന്നിരുന്നാലും സോറി കേട്ടോ, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നില്ല നമ്മളിൽ നിന്ന്. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ നമ്മളാണ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ ഓട്ടോറിക്ഷക്കാരനോടൊക്കെ താങ്ക്സ് പറയുമ്പോൾ അവന്റെ മുഖവും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവർ എൻജോയ്മെന്റ്, അവൻ എങ്ങനെയോ എടുക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. അത് തന്നെയല്ല, ഇത് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതിൻ്റെ എൻജോയ്മെന്റ് പല അവസരങ്ങളിലും കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് കൂടുതൽ എൻജോയ് ചെയ്തത്. താങ്ക് യു സർ, താങ്ക് യു. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു റോയ് സാർ. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഹരി പറയും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ്സും നല്ല സെഷനായിരുന്നു. നല്ല മൈൻഡ്ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റി. പിന്നെ സാബു സാറിനോട് എനിക്ക് ഏറ്റവും ആദ്യം താങ്ക് യു പറയേണ്ടത്. പിന്നെ ആന്റണി സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഇന്റർ കണക്റ്റഡ്നെസ് പറഞ്ഞു. അത് സാബു സാർ എനിക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആര് ഉണ്ടാക്കിയാന്ന് അറിയില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ ചോറ്, അത് എത്രയോ
എങ്ങനത്തെ ആൾക്കാര്, എങ്ങനെ അവരൊക്കെ വർക്ക് ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്നത്. ഓരോ ഭക്ഷണം പോലും, നമ്മൾ ശ്വസിക്കുന്ന വായു, ശുദ്ധമായ വായു, അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സാബു സാർ മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആന്റണി സാർ പറഞ്ഞു, ഇന്റർ കണക്റ്റഡ്നെസ്സിനെ പറ്റിയിട്ട്. പിന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു മെഡിറ്റേഷനിലൂടെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ സാധിച്ചു. എന്താണ് നമ്മുടെ മനസ്സിൽ ഇപ്പം റൈറ്റ് നൗ, എന്താണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന്. അതിനെ ഒരുപാട് നന്ദിയുണ്ട് സാറേ. കുറച്ചു നേരമെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് ഒക്കെ പോകുന്നതിന് പകരം നമ്മുടെ ഒപ്പം കുറച്ചു നേരം ഒന്നിച്ചിരിക്കാൻ പറ്റി. അതിനൊരുപാട് നന്ദിയുണ്ട്. പിന്നെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് എനിക്ക് എൻ്റെ വളരെ അകന്ന ഒരു ബന്ധത്തിലൊരു ചേച്ചീനെ ഞാൻ പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിലാക്കുകയുണ്ടായി. അപ്പം പോകുന്ന വഴിക്കാണ് ആക്കുന്നത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞ എൻ്റെ വണ്ടിയിൽ പുതിയ വണ്ടിയാ, അപ്പൊ നിന്റെ വണ്ടിയിൽ കയറത്തില്ലെന്നാ കരുതിയിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല, പക്ഷെ ചേച്ചി കയറി കൊണ്ട് ആക്കി. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് പറയാ, ഞാൻ മസിൽ പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേറത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടം വരെ സുഖമായിട്ട് വരാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അപ്പൊ അവര് ഗ്രേറ്റ്ഫുൾ ആയി. അതിന് നന്ദി പറഞ്ഞു ആദ്യം, എന്നിട്ട് ഇങ്ങനെയും കൂടെ പറഞ്ഞു. അപ്പൊ എനിക്ക് ചിരി വന്നു പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഗ്രേറ്റ്നെസ് ആണ്, ഗ്രേറ്റ്ഫുൾനെസ്. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു സാബു സാർ, താങ്ക് യു ആന്റണി സാർ, എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒരാളോട് അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു ആന്റണി സാർ, താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ താങ്ക് യു താങ്ക് യു all സാർ. താങ്ക് യു for being with me. താങ്ക് യു സാബ് സാർ. ഇപ്പൊ എന്നെ കേൾക്കാവോ സാറേ? കേൾക്കാം, നല്ല ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ആന്റണി സാർ. കുറെ കാലം സാറെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. സാറിന്റെ ക്ലാസ് എല്ലാ ആദ്യത്തെ Thank you, bye. ബുധനാഴ്ചകളിലും കേട്ടോ, എല്ലാ ആദ്യത്തെ ബുധനാഴ്ചയും ഞാൻ മാസത്തിലൊന്ന് ഞാൻ നേരിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം യൂട്യൂബിൽ കേൾക്കാം. സാബു അപ്പൊ സാർ. ആന്റണി സാറിന് നല്ല ചൂടാണ്. അപ്പം എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് സ്വീകരിക്കാൻ പറ്റട്ടെ എന്ന് ഒരു താങ്ക്സ് കൂടെ പറഞ്ഞേക്കാം അല്ലേ. Okay. ഓക്കെ സാർ. ഓക്കെ, സി